അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പരിശുദ്ധമായ റബീഉൽ അവ്വലിനോടനുബന്ധിച്ച് സബീലുൽ ഹിദായ ഇസ്ലാമിക് കോളേജ് സംഘടിപ്പിക്കുന്ന മഅൽ ഹബീബ് എന്ന പ്രോഗ്രാമിൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്ര വിശദീകരണത്തിൻ്റെ ആദ്യ വീഡിയോയിലാണ് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. നാഥൻ നമ്മുടെ പ്രവർത്തികളെല്ലാം ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. നബി തിരുമേനിയുടെ ജീവിതത്തെ സരളമായ ഭാഷയിൽ അവതരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതഘട്ടങ്ങളെ അവലംബനീയമായ ഗ്രന്ഥങ്ങളിൽ നിന്ന് ചികഞ്ഞെടുത്ത് അല്പം ചില വീഡിയോകളിലായി നാം അവതരിപ്പിക്കുകയാണിവിടെ. ഇതിൽ ആദ്യ ഘട്ടമെന്നോണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനത്തെ സംബന്ധിച്ചും അവിടെ നിലനിന്നിരുന്ന അറേബ്യൻ പരിസരങ്ങളെ സംബന്ധിച്ചുമാണ് നാം പറയാൻ പോകുന്നത്. 6-ാം നൂറ്റാണ്ടിൽ അറേബ്യൻ ഉപഭൂഖണ്ഡത്തിലേക്ക് ചരിത്രകാരന്മാർ ജാഹിലിയ കാലഘട്ടം എന്ന് മുദ്ര കുത്തിയ കാലയളവിലേക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിറന്നു വീഴുന്നത്. ഇവിടെ നാം അറിയേണ്ട ഒരു കാര്യം, എന്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറേബ്യൻ ഉപഭൂഖണ്ഡത്തിലേക്ക് അയക്കപ്പെട്ടു? എന്തുകൊണ്ട് അല്ലാഹു തആല തൻ്റെ കലാമിനെ അറബി ഭാഷയിൽ അവതീർണമാക്കാൻ ഉദ്ദേശിച്ചു? ഇത്തരം സംശയങ്ങൾ പലപ്പോഴായി നമ്മുടെ ഉള്ളിൽ തികട്ടി വരുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അയക്കുന്നതിന് മുന്നേ ലോകത്തിൻ്റെ അവസ്ഥ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ, അന്ന് അറബികൾക്ക് പുറമെ ലോകത്ത് നിലനിന്നിരുന്ന പല സമുദായങ്ങളും ഉണ്ടായിരുന്നു. പല സംസ്കാരങ്ങളും അന്ന് ലോകത്ത് നിലനിന്നിരുന്നു. ഇന്ത്യൻ സംസ്കാരം, പേർഷ്യൻ സംസ്കാരം, റോമൻ സംസ്കാരം, ഇത്തരത്തിലുള്ള പല സംസ്കാരങ്ങൾ അന്ന് ലോകത്ത് നിലനിന്നിരുന്നു. ഇവരിൽ നിന്നെല്ലാം അറബികളെ മാറ്റി നിർത്തുന്ന ഒരു സ്വഭാവ ഗുണങ്ങൾ അറബികൾക്കുണ്ടായിരുന്നു. നമുക്കറിയാം, ഇന്ത്യൻ സംസ്കാരത്തിൽ അന്ന് നിലനിന്നിരുന്ന അതിയായ വിഗ്രഹാരാധന, ഇന്ത്യയിൽ ഒട്ടാകെ വ്യാപിച്ചുകൊണ്ടിരുന്ന ബുദ്ധമതം പോലുള്ള മത സംസ്കാരത്തിൽ നിന്ന് ഇന്ത്യൻ ഭൂഖണ്ഡം മുഴുവൻ അതിൻ്റെ വിഗ്രഹാരാധനയിൽ മുഴുകിക്കഴിയുകയായിരുന്നു. അതുപോലെ തന്നെ പേർഷ്യൻ, റോമൻ സംസ്കാരങ്ങൾ, ഇവിടെയെല്ലാം പല ചിന്തകന്മാരും ഉയർന്നു വരികയും അവരുടെയെല്ലാം ആശയങ്ങളും മറ്റും അവരിൽ ആഴ്ന്നിറങ്ങിയിരുന്നു. ഈ ഒരു അവസരത്തിൽ ഇതിൽ നിന്നെല്ലാം വിദൂരയായി അറേബ്യൻ ഉപഭൂഖണ്ഡത്തിൽ ധാരാളം ബദവികളായി ജീവിച്ചിരുന്ന ഒരു കൂട്ടം ജനങ്ങളുണ്ടായിരുന്നു. അവരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ഒരു പ്രബോധനത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. അറബികളിൽ പല ശ്രേഷ്ഠമായ പല സ്വഭാവങ്ങളും ഉണ്ടായിരുന്നു. അറബികൾ അവരുടെ കുടുംബ മഹിമയെ വാനോളം പുകഴ്ത്തുന്നവരും അത് സൂക്ഷിച്ചു കൊണ്ടു നടക്കുന്നവരുമായിരുന്നു. അറബികൾ ആതിഥേയത്വത്തിൽ കേളികേട്ട ആളുകളായിരുന്നു അറബികൾ. ഇത്തരത്തിൽ നല്ല നല്ല മാനുഷിക മൂല്യങ്ങൾ നിലനിന്നിരുന്ന ഒരു സമുദായമായിരുന്നു അറബികൾ. അവരിൽ ഉണ്ടായിരുന്ന ചില തിന്മകളും മറ്റും ഒഴിച്ചാൽ ഒരു തെളിഞ്ഞ സ്വഭാവമുള്ള, തെളിഞ്ഞ മനസ്സുള്ള ആളുകളായിരുന്നു അറബികൾ. ഇതിനാൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറബികളിലേക്ക് അയക്കപ്പെടുകയാണ്. അറബി എന്ന ഭാഷ, ഈ ഒരു ഭാഷയ്ക്ക് അതിൻ്റേതായ ധാരാളം പ്രത്യേകതകളുണ്ട്. മറ്റുള്ള ഭാഷകളിൽ നിന്നെല്ലാം അറബിയെ വ്യതിരിക്തമാക്കുന്നത് അറബി ഭാഷയിലുള്ള അതിൻ്റെ വാക്കുകളുടെ ശക്തി, അതിൻ്റെ സാഹിത്യത്തിൻ്റെ വലിപ്പം, ഇതെല്ലാമാണ് അറബി ഭാഷയെ മറ്റുള്ളതിൽ നിന്ന് വ്യതിരിക്തമാക്കുന്നത്. അറബി ഭാഷയിൽ അന്ന് പേരുകേട്ട സാഹിത്യകാരന്മാർ ജീവിച്ചിരുന്ന നാടായിരുന്നു അറേബ്യ. കൂടുതൽ അർത്ഥതലങ്ങളും മറ്റും ഉൾക്കൊള്ളിക്കാൻ കഴിവുള്ള ഈ അറബി ഭാഷയിൽ തന്നെ അല്ലാഹു തആല ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കേണ്ട തൻ്റെ ഖുർആൻ, തൻ്റെ കലാമിനെ അല്ലാഹു തആല ലോകർക്ക് അവതീർണമാക്കുകയാണ്. നമുക്കറിയാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ നാട്ടിൽ നിന്ന് ഈ മക്കയിലേക്ക് കുടിയേറുകയാണ്. തൻ്റെ ഭാര്യ ഹാജറ ബീവിയും മകൻ ഇസ്മായിൽ നബിയോടൊപ്പം മക്കയിലേക്ക്
അവർ വന്നു. ഇവിടെ ഹാജറ ബീവിയെയും ഇസ്മായിൽ നബിയെയും ഇബ്രാഹിം നബി അവിടെ ഉപേക്ഷിച്ചു. പരന്നുകിടക്കുന്ന മണലാരണ്യങ്ങളും മണൽക്കുന്നുകളും മാത്രം ഉണ്ടായിരുന്ന ഈ ഒരു വിജന ഭൂമിയിലേക്ക് ഇബ്രാഹിം നബി അയച്ചതിന് ശേഷം ഹാജറ ബീവിയെയും തൻ്റെ മകൻ ഇസ്മായിൽ നബിയെയും പാർപ്പിച്ചതിന് ശേഷം ഇവിടെ പിന്നീട് നടന്ന പല കാര്യങ്ങളും നമ്മൾ നിരന്തരം കേട്ടവരും വായിച്ചവരുമാണ്. സംസം കിണർ അല്ലാഹു തആല ഇസ്മായിൽ നബിക്ക് വേണ്ടി തുറന്നു കൊടുക്കുകയും മറ്റും ഹാജറ ബീവിയുടെ കറകളഞ്ഞ നിസ്സാർത്ഥമായ ആ പ്രാർത്ഥന, റബ്ബേ ഈ നാട് അത് ശാന്തിയും സമാധാനവും വിളയാടുന്ന ഒരു നാടാക്കണം ഈ നാട്, ഇതിലേക്ക് മറ്റുള്ള ജനങ്ങളെ ആകർഷിക്കണേ എന്ന ഹാജറ ബീവിയുടെ പ്രാർത്ഥനയുടെ സാക്ഷാത്കാരം എന്നോണം പിന്നീട് പല യാത്രക്കാരും കച്ചവടക്കാരും ഈ ഒരു ദേശത്ത് പാർക്കുകയും പിന്നീട് ഇസ്മായിൽ നബിയുടെ സന്താന പരമ്പരകളിലായാണ് അറബികൾ, ഖുറൈശികൾ അവിടെ വളർന്നു വരുന്നത്. ഇവർ ഏറ്റവും പ്രധാനപ്പെട്ട ഇസ്മായിൽ നബിയുടെ സന്തതികളിൽ പെട്ട പ്രമുഖരായ ഒരാളായിരുന്നു അദ്നാൻ. ഇസ്മായിൽ നബിയുടെ കാലത്തിന് ശേഷം ധാരാളം വംശ പരമ്പരകൾക്ക് ശേഷമാണ് അദ്നാൻ എന്നവരിലേക്ക് എത്തിച്ചേരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 20ാമത്തെ വല്യുപ്പയാണ് അദ്നാൻ എന്നവർ. ഇവർ തൊട്ട് അബ്ദുൽ മുത്തലിബിന് ശേഷം അബ്ദുള്ള വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് എത്തിച്ചേരുന്ന ഈ ഒരു കുടുംബം, അത് അവരുടെ മഹത്വം കൊണ്ടും കുലമഹിമ കൊണ്ടും കേളികേട്ട പേരുകേട്ട ജനങ്ങളിൽ കീർത്തി നേടിയ ഒരു കുടുംബമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബം. ഷറഫുൽ അനാ മൗലിദിൽ നമ്മൾ പാടാറുണ്ട്, തനക്കൽ തഫി അസ്ലാബി അർബാബി ഫൂദദി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉത്തമരായ പിതാമഹന്മാരിലൂടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പൂജാതനാകുന്നത്. ആ ഒരു പ്രകാശം അല്ലാഹു തആല പടച്ചത് മുതൽ ബഹുമാനപ്പെട്ട മാന്യരായ മനുഷ്യരിലൂടെയാണ് ആ ഒരു പ്രകാശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് കൈമാറി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനം വരെ അത് നിലനിന്ന് പോന്നിരുന്നത്. അതുപോലെ തന്നെ ഖുറൈശി പ്രമുഖനായ അബ്ദുൽ മുത്തലിബിൻ്റെ മകൻ അബ്ദുള്ളയിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്ത് പൂജാതനാവുകയാണ്. അതേപോലെ തന്നെ ഉമ്മ ആമിന ബീവി ബനൂ സുഹറ ഗോത്രത്തിലെ തലവനായിരുന്ന വഹബിൻ്റെ മകൾ ആമിന ബീവിയെയാണ് അബ്ദുള്ള വിവാഹം കഴിക്കുന്നത്. ഈ ഒരു ദമ്പതികളിലൂടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്ത് പൂജാതനാവുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ ഒരു വംശപരമ്പര ഫിഹ്റുബ്നു മാലിക് അടങ്ങുന്ന ഫിഹ്റുബ്നു മാലിക്കിൻ്റെ സന്താന പരമ്പരകളായ ഖുറൈശ്, ഫിഹ്റുബ്നു മാലിക്കിൻ്റെ സന്താനങ്ങളാണ് ഖുറൈശി എന്ന പേരിൽ അറിയപ്പെട്ടിട്ടുള്ളത്. ഈ ഖുറൈശി കുലത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിറന്നു വീഴുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിറവിക്ക് മുന്നേ തന്നെ ഖുറൈശികൾക്ക് മക്കയിൽ അതിയായ സ്ഥാനവും മഹിമയും ഉണ്ടായിരുന്നു. അവരായിരുന്നു കഅബയുമായി ബന്ധപ്പെട്ട അവിടുത്തെ തീർത്ഥാടകരുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങൾക്കും നേതൃത്വം നൽകിയിരുന്നത് അവരായിരുന്നു. അവരുടുത്തെ ഹാജിമാരെ വെള്ളം കുടിപ്പിക്കൽ, അതുപോലെ തന്നെ കഅബയുടെ താക്കോൽ, ഇത്തരത്തിലുള്ള പല പ്രധാനപ്പെട്ട വിലമതിക്കുന്ന ഉത്തരവാദിത്തങ്ങളെല്ലാം ഖുറൈശികൾ ചെയ്തു പോന്നിരുന്നു. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഒരു കുലമഹിമയിൽ പിറന്നു വീഴുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിറന്നു വീഴുന്നതിന് മുന്നേ ഇസ്മായിൽ നബിയുടെ പരമ്പരയിലൂടെ അറബികളിൽ വളർന്നു വന്നിരുന്നത് അള്ളാഹു ഏകനാണ് എന്നൊരു വിശ്വാസം മാത്രമായിരുന്നു. പിന്നീട് കാലാന്തരങ്ങൾക്ക് ശേഷം അംറുബ്നു ലുഹൈ എന്നൊരു വ്യക്തി ഷാമിലേക്ക് കച്ചവടാർത്ഥം യാത്ര പോവുകയും അവിടെ അദ്ദേഹം കണ്ട വിഗ്രഹാരാധന എന്ന സംസ്കാരത്തെ, രീതിയെ അദ്ദേഹം ആകൃഷ്ടനായിക്കൊണ്ട് മക്കയിലേക്ക് കൊണ്ടുവരികയും പിന്നീടാണ് അറബി ദേശത്ത് മക്കയിൽ, ഹിജാസിൽ ഈ ഒരു വിഗ്രഹാരാധന രീതി വ്യാപകമാവുന്നത്. ഹജറുൽ അസ്വദ് അവർ പണ്ടുകാലം മുതൽക്കേ അവർ ബഹുമാനിച്ചു വരുന്നൊരു കല്ലായിരുന്നു ഹജറുൽ അസ്വദ്. ഇതിനെ തുടർന്ന് അതിൽ നിന്ന് വലുതായി എല്ലാ കല്ലുകളെയും ആരാധിക്കുന്ന ഒരു വിഗ്രഹാരാധന, തികഞ്ഞ വിഗ്രഹാരാധന അറബികളിൽ നടമാടി. ഇങ്ങനെ തികച്ചും വഴിതെറ്റിപ്പോയ അറബികളിലേക്കാണ് പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അയക്കപ്പെടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനത്തിന് മുന്നേ പല അത്ഭുത കാര്യങ്ങളും അറബികൾക്കിടയിൽ
പ്രശസ്തമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനത്തിന് തൊട്ട് മുന്നേ നടന്ന പല അത്ഭുത സിദ്ധികളും അത്ഭുത സംഭവങ്ങളും നമ്മൾ പലവട്ടം കേട്ടതാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനത്തിൻ്റെ അതേ വർഷം അറബികളിൽ അറിയപ്പെടുന്ന ആമുൽ ഫീൽ, ആനക്കലഹം എന്ന ഒരു വലിയ സംഭവമാണ്. ഈ ഒരു സംഭവം എന്തെന്ന് വെച്ചാൽ, അബ്രഹത്തുൽ അശ്രം എന്ന യമനിലെ അബ്സീനിയൻ ഭരണാധികാരി തൻ്റെ സന നാട്ടിൽ, തൻ്റെ തലസ്ഥാനമായ സനഅയിൽ അദ്ദേഹം പുല്ലൈസ് എന്നു പേരുള്ള ഒരു ആരാധനാലയം അദ്ദേഹം പണിതു. എന്തെന്ന് വെച്ചാൽ, മക്കയിൽ കഅബയ്ക്ക് ലഭിച്ചിരുന്ന ആ ഒരു ബഹുമാനം, ആ ഒരു ആദരവ് തൻ്റെ നാട്ടിലേക്ക് മാറ്റണമെന്നുള്ള അബ്രഹത്തുൽ അശ്രമിൻ്റെ ഈ ഒരു ഗൂഢലക്ഷ്യത്തിന് വേണ്ടിയാണ് അദ്ദേഹം പുല്ലൈസ് എന്ന് പറയുന്ന ഈ ഒരു ആരാധനാലയം പടുത്തുയർത്തത്. പിന്നീട് തീർത്ഥാടകരെ അതിലേക്ക് ക്ഷണിക്കുക എന്ന ഒരു ലക്ഷ്യമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. പക്ഷേ ദിവസങ്ങൾക്കു ശേഷം ഒരു വദവി ഈ ഒരു ആരാധനാലയത്തിൽ കയറി അവിടെ വിസർജിക്കുകയുണ്ടായി. ഇതിനെ തുടർന്ന് അബ്രഹത്തുൽ അശ്രം രോഷാകുലനായിക്കൊണ്ടാണ് തൻ്റെ ആന കൂട്ടവുമായി മക്കയ്ക്ക് നേരെ, ഹിജാസിന് നേരെ അദ്ദേഹം പുറപ്പെടുന്നത്. ഇത് തൻ്റെ വലിയ ആനപ്പടയെ അദ്ദേഹം ഹിജാസിലേക്ക് നയിക്കുമ്പോൾ മക്കക്കാരെല്ലാം ഭയചകിതരായിക്കൊണ്ട് അവർ പല കുന്നുകളിലേക്കും മലകളിലേക്കും ഓടി രക്ഷപ്പെട്ടു. എന്നാൽ അവരുടെ നേതാവായിരുന്ന അബ്ദുൽ മുത്തലിബ് ധീരനായിക്കൊണ്ട് തന്നെ കാബയുടെ മുന്നിൽ വെച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. ഇതിനെ തുടർന്ന് ഈ ഒരു സംഭവത്തിൽ അബ്ദുൽ മുത്തലിബിൻ്റെ 100 ഒട്ടകങ്ങളെ അബ്രഹത്തുൽ അശ്രം മോഷ്ടിച്ച ഒരു കഥ പറയപ്പെടാറുണ്ട്. അബ്രഹത്തുൽ അശ്രം മോഷ്ടിച്ചതിനെ തുടർന്ന് അബ്ദുൽ മുത്തലിബ് അദ്ദേഹത്തിൻ്റെ സൈനിക ക്യാമ്പിലേക്ക് അബ്ദുൽ മുത്തലിബ് ചെന്നു. എന്നിട്ട് തൻ്റെ ഒട്ടകങ്ങളെക്കുറിച്ച് അന്വേഷിച്ച അബ്രഹത്തുൽ അശ്രം അബ്ദുൽ മുത്തലിബിനോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് ഞാൻ ആക്രമിക്കാൻ പോകുന്ന കാബയെയും മക്കയെയും അതിൻ്റെ പരിപാലനം ഏറ്റെടുക്കാതെ തൻ്റെ ഒട്ടകത്തിൽ ശ്രദ്ധ ഊന്നിയിരിക്കുന്നത് എന്ന ചോദ്യത്തിന് അബ്ദുൽ മുത്തലിബ് അന്ന് നൽകിയ മറുപടി വളരെയധികം പ്രസക്തവും അറിയപ്പെട്ടതുമാണ്. ഒട്ടകക്കൂട്ടത്തിന് ഒരു യജമാനനുണ്ട്. ആ യജമാനൻ ഒട്ടകക്കൂട്ടത്തെക്കുറിച്ച് ചോദ്യം ചെയ്യാനെന്നും ഉണ്ടാകും. അതുപോലെ തന്നെ കാബക്കും അവിടുത്തെ ആരാധനാലയത്തിനും അതിൻ്റെ ഒരു രക്ഷിതാവുണ്ട്. ആ ആരാധനാലയത്തെ സംരക്ഷിക്കാൻ ആ രക്ഷിതാവ് എന്നും കടമപ്പെട്ടവനായിരിക്കും. പിന്നീട് അബ്രഹത്തുൽ അശ്രം തൻ്റെ സൈന്യവുമായി മക്കൾക്ക് നേരെ വരികയാണ്. തുടർന്ന് മഹ്മൂദ് എന്ന അബ്രഹത്തുൽ അശ്രമിൻ്റെ ആനപ്പടയിലെ പ്രധാനിയായ മഹ്മൂദ് എന്ന അദ്ദേഹത്തിൻ്റെ ഈ ആന ഒരിക്കലും മുന്നോട്ട് പോകാൻ തയ്യാറാവുന്നില്ല. പല രീതിയിൽ അദ്ദേഹം കിണഞ്ഞു ശ്രമിച്ചിട്ടും ആന മക്കൾക്ക് നേരെ ഒരടി മുന്നോട്ട് വെക്കുന്നില്ല. തുടർന്ന് സൈനികർ ഇതിനെ തിരിച്ച് യമനിലേക്ക് തിരിച്ചുവിടാൻ നോക്കുമ്പോൾ ആന പെട്ടെന്ന് തന്നെ യമനിലേക്ക് മടങ്ങാൻ നോക്കുന്നു. ഇതിനെ തുടർന്ന് എല്ലാം സൈന്യവും പേടിച്ച് നിൽക്കുന്ന സമയത്താണ് അവർ എന്തു ചെയ്യണമെന്നറിയാതെ മുന്നോട്ടും പോകുന്നില്ല എന്നുള്ളൊരവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് അല്ലാഹു തആല ആകാശത്തിൽ നിന്ന് ഒരു പേമാരിയെപ്പോലെ അബാബീൽ പക്ഷികളെ സിജ്ജീൻ എന്ന നരകത്തിൽ നിന്നുള്ള തീക്കല്ലുകളുമായി അരയ്ക്കുന്നത്. തങ്ങളുടെ കൊക്കിൽ ഈ ഒരു തീക്കല്ലുകൾ കൊണ്ട് അബാബീൽ പക്ഷികൾ അബ്രഹത്തുൽ അശ്രമിൻ്റെ സൈന്യത്തിന് മുകളിൽ മഴ പോലെ വർഷിക്കുകയാണ്. തുടർന്ന് അവരെല്ലാം ഇതിൽ ചുട്ടുപഴുത്ത് മരിച്ചു വീഴുകയും അബ്രഹത്തുൽ അശ്രം അദ്ദേഹത്തിൻ്റെ വിരലുകളെല്ലാം അറ്റു വീണു. രക്ഷപ്പെടാൻ അദ്ദേഹം ആവത് ശ്രമിച്ചെങ്കിലും പിന്നീട് വളരെയധികം മോശമായ രീതിയിൽ അദ്ദേഹം മരണപ്പെട്ടു. ഈ ഒരു വലിയ സംഭവം അറബികളിൽ പ്രശസ്തമാവുകയും തുടർന്ന് ആനക്കലഹ സംഭവം എന്ന് ചരിത്രത്തിൽ ഇത് മുദ്ര കുത്തപ്പെടുകയും ചെയ്തു. തുടർന്ന് പിന്നീടുള്ള ചരിത്രത്തെ അവർ ആനക്കലഹ സംഭവത്തിന് ശേഷം 5 വർഷത്തിന് ശേഷം ഇദ്ദേഹം പിറന്നു എന്ന് ആമുൽ ഫീലിനെ അവർ ചരിത്രത്തിൽ രേഖപ്പെടുത്താൻ തുടങ്ങി. ഇതേ വർഷത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിലേക്ക് ഭൂജാതനാവുന്നത്. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഗർഭത്തിൽ ചുമക്കുന്ന സമയത്ത് തന്നെ പിതാവ് അബ്ദുള്ള മരണപ്പെട്ടു കഴിഞ്ഞിരുന്നു. അങ്ങനെ അനാഥനായ മകനെ പിറന്നു വീണതിന് ശേഷം ആമിന ബീവി സ്നേഹത്തോടെ വാത്സല്യത്തോടെ പരിചരിക്കാൻ തുടങ്ങി. അന്ന് മക്കയിൽ ഉണ്ടായിരുന്ന ഒരു പതിവായിരുന്നു, അറബികളിൽ ഉണ്ടായിരുന്ന ഒരു പതിവായിരുന്നു, ബദവികളാകുന്ന ഉൾപ്രദേശത്ത് ജീവിക്കുന്ന കാട്ടറബികളാകുന്ന ആളുകൾ അവർ പട്ടണദേശങ്ങളിലേക്ക് വരികയും അവിടെ നിന്നുള്ള
ധനാഢ്യരുടെയും സമ്പന്നരുടെയും മക്കളെ മുലപ്പാൽ കൊടുക്കാനായി അവർ ധനാഢ്യരുടെ മക്കളെ എടുക്കുമായിരുന്നു. എന്നിട്ട് സമ്പത്തിന് പകരം അവർ ഈ ഒരു ഉദ്യമം ചെയ്യുന്ന ഒരു പ്രവണത അറബികളിലുണ്ടായിരുന്നു. അങ്ങനെ മുല കൂട്ടുന്ന ഉമ്മമാർ ബദവികളിൽ നിന്ന് വരുന്ന കാലമായി. അവർ ധാരാളം പേരുണ്ടായിരുന്നു. അവരിൽപ്പെട്ട ഒരു പാവപ്പെട്ട ഒരു സ്ത്രീയായിരുന്നു ബനൂ സഅദ് ബിൻ ബക്ർ ഗോത്രത്തിലെ ഹലീമത്തു സഅദിയ. തൻ്റെ ഏക സന്തതിയും തൻ്റെ പാവപ്പെട്ട ഭർത്താവുമായി ഒരു ഒട്ടിപ്പിടിച്ച വയറൊട്ടിയ ഒട്ടകത്തിലാണ് അവർ മക്കയിൽ വന്നിറങ്ങുന്നത്. വിശപ്പുണ്ട്, ദാരിദ്ര്യമുണ്ട്, ഇതെല്ലാം പേറി അവർ പല വീട്ടിൽ കയറി നോക്കിയെങ്കിലും തന്നോട് അനുയോജ്യമായ ഒരു മകനെ, ദത്തുപുത്രനെ കിട്ടാൻ ഹലീമ ബീവിക്ക് കഴിഞ്ഞില്ല. ആമിന ബീവിയുടെ മകനെ ഹലീമ ബീവി ഒരു വട്ടം കണ്ടെങ്കിലും ഈ അനാഥനായ മകനെ താൻ മുല പോറ്റാനായി എടുത്തിട്ട് തനിക്കെന്തു കാര്യം എന്ന് ചിന്തിച്ച് ആദ്യം ചിന്തിച്ചുപോയ ഹലീമ ബീവി ഇരു കയ്യിൽ ഒന്നുമില്ലാതെ തൻ്റെ ഭർത്താവിലേക്ക് മടങ്ങി. തുടർന്ന് തൻ്റെ ഭർത്താവിൻ്റെ നിർദ്ദേശപ്രകാരം വീണ്ടും ആമിന ബീവിയുടെ സന്തതിയെ, ആ ഒരു മുഖപ്രസന്നനായ സന്തതിയെ ഏറ്റെടുക്കാൻ വേണ്ടി ഹലീമ ബീവി വീണ്ടും മടങ്ങുകയാണ്. തുടർന്ന് ആദ്യമൊക്കെ ആമിന ബീവി വിലങ്ങിയെങ്കിലും പിന്നീട് ഹലീമത്തു സഅദിയയിലേക്ക് തൻ്റെ പൊന്നോമനയെ, മുഹമ്മദ് എന്ന് അബ്ദുൽ മുത്തലിബ് പേരിട്ട തൻ്റെ പൊന്നോമനയെ ഹലീമത്തു സഅദിയക്ക് കൈമാറുകയാണ്. ഇങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്ന് ബനൂ സഅദ് ഗോത്രത്തിൻ്റെ പ്രദേശങ്ങളിലേക്ക് മാറിപ്പാർക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ ഒരു കാലയളവിൽ പല അത്ഭുതങ്ങളും ഹലീമ ബീവി കാണുകയും ദർശിക്കുകയും ഉണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മടക്ക സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ഹലീമ ബീവി മടങ്ങുന്ന സമയത്ത് എന്തെന്നില്ലാത്ത, ആദ്യം ഹലീമ ബീവി വന്നിറങ്ങിയ അതേ ഒട്ടകം തന്നെയായിരുന്നു മടങ്ങുന്ന അവസരത്തിലെങ്കിലും ഹലീമ ബീവി മടങ്ങുന്ന അവസരത്തിൽ എന്തെന്നറിയാത്ത വേഗതയും ഉന്മേഷവും ആ ഒട്ടകത്തിനുണ്ടായിരുന്നു. തൻ്റെ ഒപ്പമുണ്ടായിരുന്ന സ്ത്രീകളെയെല്ലാം മറികടന്നുകൊണ്ട് ഹലീമ ബീവിയുടെ ഒട്ടകം കുതിച്ചുകൊണ്ടിരുന്നു. അവരെല്ലാം അമ്പരന്നു പോയി. പിന്നീട് ഗോത്രത്തിലെത്തിയ ഹലീമ ബീവി, അന്ന് ബനൂ സഅദിൻ്റെ അവസ്ഥ വളരെയധികം മോശമായിരുന്നു. പട്ടിണിയാണ്, മഴയില്ല, അതുപോലെ തന്നെ കന്നുകാലികൾക്ക് പാലില്ല, കുടിക്കാൻ മേയാൻ പുല്ലുകളില്ല. ഇങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു ബനൂ സഅദ് ഗോത്രത്തിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്തുന്നത്. പിന്നീട് ഈ ഒരു മുഖപ്രസന്നനായ മകനെ കൊണ്ട് അവർ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും തുടർന്ന് അവിടെ മഴ വർഷിക്കുകയും കന്നുകാലികൾക്ക് പാലുണ്ടാകുകയും തടിച്ചു കൊഴുക്കുകയും ഇങ്ങനെ പല രീതിയിലുള്ള അത്ഭുതങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ബനൂ സഅദ് ഗോത്രത്തിന് ഉണ്ടായി. തൻ്റെ മുലകുടി സുഹൃത്തായിട്ടുള്ള ദംറത്തിനെ എപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ ഹല്ലിൽ നിന്ന്, തൻ്റെ ഓഹരിയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാറ്റിവെക്കാറുണ്ടായിരുന്നു. ഇത് ഹലീമ ബീവിക്ക് ഈ കുട്ടിയിലുള്ള അത്ഭുതത്തെ ഒന്നും കൂടുതൽ അധികരിപ്പിക്കുകയാണ് ഉണ്ടായത്. പിന്നീട് ഇവിടെ നിന്ന് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹൃദയം ഷഖ്ഖു സദ്ർ എന്നറിയപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹൃദയം പിളർത്തിയ സംഭവം വമ്രത്തുമായി ആടിനെ മേയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഉണ്ടായത്. തുടർന്ന് വീണ്ടും കുറച്ചു കാലങ്ങൾക്ക് ശേഷം ആമിന ബീവിയിലേക്ക് ഹലീമ ബീവി ഈ മകനെ കൈമാറുകയാണ്. വളരെയധികം സങ്കടത്തോടു കൂടെയും ഒക്കെ ഹലീമ ബീവി ആമിന ബീവിക്ക് മോനെ കൈമാറുകയാണ്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 6-ാം വയസ്സായപ്പോഴാണ് അബവ എന്ന പ്രദേശത്ത് വെച്ച്, മക്കയ്ക്കും മദീനക്കും ഇടയിലുള്ള അബവ എന്ന പ്രദേശത്ത് വെച്ച് ആമിന ബീവി ഈ ലോകത്ത് നിന്ന് വിട പറയുന്നത്. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 6 വയസ്സാണ്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിചരിച്ചെന്നത് പിതാമഹൻ അബ്ദുൽ മുത്തലിബായിരുന്നു. പക്ഷേ 8-ാം വയസ്സിൽ പിതാമഹൻ അബ്ദുൽ മുത്തലിബിൻ്റെ വിയോഗത്തെ തുടർന്ന് ഇത് വല്ലാത്ത ഒരു ക്ലേശമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലുണ്ടായി. ചെറുപ്പകാലത്ത് തന്നെ അനാഥനായും ഉമ്മയില്ലാത്ത മകനായും പിന്നീട്
തന്നെ പരിചരിക്കാനോ ഒന്നും ആരുമില്ലാത്ത ഈ ഒരു അവസ്ഥയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രബോധന രംഗത്തേക്ക് വളർന്നു വരുന്നത്. തുടർന്ന് പിതൃവ്യൻ അബൂ ത്വാലിബിനോടൊപ്പമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഴിച്ചുകൂട്ടിയത്. ദഅവത്തിൻ്റെ ആദ്യ ശതകങ്ങളിൽ, ആദ്യ ഘട്ടങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എതിരെ വരുന്ന ശത്രുക്കളുടെ ശല്യങ്ങളെ തടുത്തു നിർത്തുന്നത് അബൂ ത്വാലിബായിരുന്നു. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കൂടുതൽ സ്നേഹവും വാത്സല്യവും കാട്ടിയിരുന്ന അബൂ ത്വാലിബ് പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കൂടുതൽ പ്രായമായതിനു ശേഷമാണ് അബൂ ത്വാലിബ് പിന്നീട് മരണപ്പെടുന്നത്. എന്തായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മക്കയിലുള്ള ജീവിതം അത് ജനങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ജീവിതമായിരുന്നു. ജാഹിലിയ്യ കാലഘട്ടത്ത് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ കണ്ടുവരുന്ന ആ ഒരു സത്യസന്ധത, ആ ഒരു വിശ്വസ്തത എല്ലാം ജനങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരു സൽപ്പേര് തന്നെ ഉണ്ടാക്കിയിരുന്നു. അൽ അമീൻ, അസ്സാദിഖ് എന്നെല്ലാം, സത്യസന്ധൻ, വിശ്വസ്തൻ എന്നെല്ലാം അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അന്നേ വിളിച്ചിരുന്നു. കച്ചവടത്തിലും മറ്റും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചിരുന്ന ആ ഒരു വിശ്വാസവഞ്ചനയില്ലായ്മ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ എന്നും പ്രതിഫലിച്ചിരുന്നു. അങ്ങനെ യുവത്വകാലത്ത് കൂടുതൽ കച്ചവടങ്ങളുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇടപെടുന്നുണ്ട്. തുടർന്നാണ് ഖദീജ, മക്കയിലെ പ്രധാനപ്പെട്ട സമ്പന്നയായ വനിതയായിരുന്നു ഖദീജത്തു ബിൻതു ഖുവൈലിദ്. മുന്നേ ഒരു കല്യാണത്തിന് ശേഷം അബൂ ആല എന്ന് പറയുന്ന തൻ്റെ ഭർത്താവിന് കല്യാണത്തിന് ശേഷം വിധവയായിരുന്ന ഖദീജ ബീവി ബുദ്ധി കൊണ്ടും തൻ്റെ അറിവ് കൊണ്ടും തൻ്റെ ശ്രേഷ്ഠത കൊണ്ടും മക്കയിൽ അറിയപ്പെട്ട ഒരു സ്ത്രീയായിരുന്നു ഖദീജ ബീവി. സമ്പത്തിനാൽ തന്നെയും ധനാഢ്യയായിരുന്ന ഒരു സ്ത്രീയായിരുന്നു ഖദീജ ബീവി. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ 25-ാം വയസ്സിൽ ഖദീജ ബീവിക്ക് 40-ാം വയസ്സിലുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവാഹമുണ്ടാകുന്നത്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൻ്റെ കച്ചവടത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അയച്ചതിന് ശേഷമായിരുന്നു ഖദീജ ബീവിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ ഉണ്ടായിരുന്ന ഈ ഒരു വിശ്വസ്തതയെയും എല്ലാം ബോധ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. മൈസറ എന്ന് പറയുന്ന ഖദീജ ബീവിയുടെ അടിമയെ അതിനുവേണ്ടി ഖദീജ ബീവി തയ്യാറാക്കിയിരുന്നു. ഈ അടിമ കച്ചവടത്തിന് ശേഷം വന്ന് ഖദീജ ബീവിനെ സാക്ഷ്യപ്പെടുത്തിയ കാര്യങ്ങളിൽ നിന്ന് അമ്പരന്നുകൊണ്ട് ഈ ഒരു യുവാവിനെ വിവാഹം ചെയ്യാൻ ഖദീജ ബീവി താല്പര്യപ്പെട്ടു. തുടർന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നബി തങ്ങളുടെ എളാപ്പയായിരുന്ന ഹംസയോട് അതുപോലെ തന്നെ അബൂ ത്വാലിബിനോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിവാഹം ചെയ്യാൻ താല്പര്യമുണ്ടെന്ന കാര്യം ഖദീജ ബീവി അറിയിക്കുന്നത്. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 25-ാം വയസ്സിൽ ഖദീജ ബീവിയുടെ 40-ാം വയസ്സിലും ആ ഒരു സന്തോഷ മുഹൂർത്തമായ കല്യാണം അവിടെ നടക്കുന്നത്. പിന്നീട് പല സംഭവങ്ങളും മക്കയിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ജീവിത കാലഘട്ടത്തിൽ നബി തങ്ങൾ നേരിട്ടിട്ടുണ്ട്. അതിൽപ്പെട്ട വലിയൊരു കാര്യമായിരുന്നു, ഒരിക്കൽ ഖുറൈശി പ്രമുഖർ, അറേബ്യൻ ഗോത്ര തലവന്മാർ കഅബയെ പുതുക്കി പണിയുന്ന വിഷയത്തിൽ ഉണ്ടായ തർക്കം. ഈ ഒരു തർക്കത്തിൽ കഅബയെ ആര് പുനർനിർമ്മിക്കും എന്നുള്ള ഒരു ചർച്ച, അത് വലിയ പ്രശ്നമായി അവരിൽ ഉയർന്നു വരികയും ഈ ഒരു വലിയ ഉദ്യമം തങ്ങളുടെ ഗോത്രം ഏറ്റെടുക്കാമെന്ന് പല തലവന്മാരും മുന്നോട്ട് വെച്ചെങ്കിലും അത് വലിയൊരു തർക്കത്തിലേക്കും യുദ്ധത്തിലേക്കും തന്നെ നയിക്കാൻ കാരണമായി. തുടർന്ന് അറബികളുടെ ഒരു കൾച്ചർ എന്നോണം, അവരുടെ നിലനിന്നിരുന്ന ഒരു പ്രവണത എന്നോണം അവർ ഒരു തളികയിൽ രക്തം നിറച്ച് താങ്കൾ ഇനി ഒരു കൊടും യുദ്ധത്തിലേക്കാണ് പോകുന്ന എന്ന ഒരു സൂചനയിലേക്ക് വരെ ഈ ഒരു ഗോത്ര തലവന്മാർ എത്തിയിരുന്നു. പക്ഷേ പെട്ടെന്നാണ് അവർ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ തീരുമാനിച്ചത്. എന്തെന്ന് വെച്ചാൽ,
കഅബയിലേക്ക്, ഹറമിലേക്ക്, പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വരുന്ന, അവിടെ ആരാധനയ്ക്കായി കഅബയിലേക്ക് എത്തുന്ന ആദ്യത്തെ ബഹുമാനപ്പെട്ട വ്യക്തി ആരാണോ അവരിൽ നിന്ന് താങ്കൾ നിർദ്ദേശം സ്വീകരിക്കാമെന്ന്. അങ്ങനെ അവർ നോക്കുമ്പോൾ ആദ്യമായി കഅബയിലേക്ക് കാലെടുത്തു വെക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ യുദ്ധത്തിലേക്ക് വരെ നയിക്കുന്ന ഈ വലിയൊരു പ്രശ്നത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിഹാരം നിർദ്ദേശിച്ചു. ഒരു ശീല, ഒരു വലിയൊരു വസ്ത്രം കൊണ്ടുവന്നിട്ട് അതിൻ്റെ നടുവിൽ ആദ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഅബയുടെ പല ഭാഗങ്ങളും പടുത്തുയർത്താൻ പല ഗോത്രങ്ങൾക്കും ഉത്തരവാദിത്തങ്ങളെ വിഭജിച്ചു കൊടുത്തു. പിന്നീട് ഹജറുൽ അസ്വദ് ആര് അതിൻ്റെ സ്ഥാനത്തേക്ക് ഉയർത്തുമെന്ന വിഷയത്തിൽ തർക്കം ഉണ്ടായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിനൊരു പക്വമായ തീരുമാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറിയിച്ചു. ഒരു വലിയൊരു വസ്ത്രം കൊണ്ടുവന്നിട്ട് അതിൻ്റെ നടുവിൽ ഈ ഒരു ഹജറുൽ അസ്വദ് വെച്ചിട്ട് അതിൻ്റെ എല്ലാ പാർശ്വങ്ങളിലും ഗോത്രതലവന്മാർ പിടിച്ചിട്ട് ഹജറുൽ അസ്വദിനെ ഉയർത്തുക. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഒരു കല്ലിനെ അതിൻ്റെ തൽസ്ഥാനത്ത് വെക്കുക എന്നുള്ളൊരു തീരുമാനത്തിലേക്കാണ് അവരെത്തിച്ചേർന്നത്. ഈ ഒരു വലിയ യുദ്ധത്തിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പക്വമായ ഇടപെടലുകൾ അതിന് വലിയൊരു കൊടും യുദ്ധത്തിൽ നിന്ന് തന്നെ അറബികളെ കാത്തു. നമുക്കറിയാം, അറബികളിൽ നിന്നും ഉണ്ടാകുന്ന ഓരോ യുദ്ധങ്ങളും 40-50 വർഷങ്ങൾ നീണ്ടുനിന്ന കൊടുമ്പിരിയ രക്തരൂക്ഷിതമായ യുദ്ധങ്ങളായിരുന്നു. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്ത് മക്കയിൽ നടമാടിയിരുന്ന മറ്റൊരു കാര്യമായിരുന്നു ഹെൽഫുൽ ഫുദൂൽ എന്ന ഉടമ്പടി. അതായത് അറബികളെ ബലഹീനരായ ആളുകൾക്കെതിരെ അറബികളിൽ നിലനിന്നൊരു പ്രവണതയായിരുന്നു തൻ്റെ ഗോത്രത്തിൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ട് ഏതൊരാളെയും, അത് ഈ സത്യത്തിന് വേണ്ടിയാണെങ്കിലും നുണക്ക് വേണ്ടിയാണെങ്കിലും എല്ലാം തൻ്റെ ഗോത്രത്തിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് എതിർക്കുന്ന ഒരു പ്രവണത അറബികളിൽ ഉണ്ടായിരുന്നു. ഉൻസുർ അഖാക ളാലിമൻ ഔ മദ്ലൂമ, തൻ്റെ സഹോദരനെ അവനിനി തെറ്റ് ചെയ്തവനാണെങ്കിലും തെറ്റ് ചെയ്യപ്പെട്ടവനാണെങ്കിലും തൻ്റെ സഹോദരൻ്റെ പക്ഷത്ത് നിൽക്കണമെന്ന ശക്തമായ അറബികളുടെ ആ ഒരു സാഹോദര്യത്തിൻ്റെ പുറത്ത്, ഗോത്ര തിളപ്പിന് പുറത്ത് അവർ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഒരു തെറ്റായ നിലപാടായിരുന്നു അറബികൾ സ്വീകരിച്ചിരുന്നത്. എന്നാൽ ഒരു സന്ദർഭത്തിൽ അറബികളിലേക്ക് വന്ന ഒരു കച്ചവടക്കാരൻ, അദ്ദേഹം നേരിട്ട ഒരു പ്രശ്നം, ആ പ്രശ്നത്തിനെതിരെ ഖുറൈശിയിൽപ്പെട്ട ഒരു പ്രമുഖനെതിരെ അന്ന് അറബികൾ ഒരു ഉടമ്പടി എടുത്തു. ഈ ഉടമ്പടിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിന്നീട് എന്നും പുകഴ്ത്തുന്ന ഒരു ഉടമ്പടിയായിരുന്നു. ഒരു ബലഹീനനായ ഒരാളെ സഹായിക്കാൻ അവർ മുന്നോട്ട് വന്ന ഈ ഒരു ഉടമ്പടിയെ, ഹെൽഫുൽ ഫുദൂൽ എന്നറിയപ്പെട്ട ഈ ഒരു ഉടമ്പടിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എക്കാലത്തും അറബികളിൽ നടന്ന നല്ലൊരു ഉടമ്പടിയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശേഷിപ്പിക്കാറുണ്ടായിരുന്നു. ഇങ്ങനെ മക്കയിലുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതങ്ങൾ നടന്നു പോയിക്കൊണ്ടിരുന്നു. ഇതിനിടയിൽ ആദ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പങ്കെടുത്ത യുദ്ധം ഹർബുൽ ഫിജാറായിരുന്നു. ഇതിൽ കൂടുതലൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പങ്കെടുത്തില്ലായിരുന്നെങ്കിലും ഖുറൈശി യോദ്ധാക്കളെ അമ്പെടുത്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹായിച്ചു. ഇതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യത്തെ യുദ്ധം. പിന്നീട് ഇസ്ലാമിക ലോകത്ത് പല ശരീയകളും, അറക്കകളും, യുദ്ധങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോരാടുകയുണ്ടായി.